നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ പണിയല്ല, വളരെ ഉത്തരവാദിത്വമൊക്കെ ഉള്ളൊരു പണിയാണ്. കാരണം സമൂഹത്തിലെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരെ സ്വാധീനിക്കുന്നവർ. സോ ഈ മൈക്കും ക്യാമറയും, ഇപ്പോൾ ക്യാമറ ഒന്നും വേണ്ട, മൊബൈൽ ഫോണും കൊണ്ടൊക്കെ നടക്കുന്നവനൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് അർത്ഥമില്ല. കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ റാഫ് ടോക്സ് ഒന്നും ഒരു കാലത്ത് ഒരു ഇൻഫ്ലുവൻസർ അല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. നമ്മൾ ഇന്ന് വരുന്ന ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, കളിയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതേസമയം നേരെ തിരിച്ച് ഇത് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുകയും വലിയ മട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും പല ചോദ്യങ്ങളും മഹാവങ്കത്തരമായിരിക്കും, എന്നാൽ സ്വയം ഇൻഫ്ലുവൻസർ കോട്ടെടുത്താണ് എന്നിവരൊക്കെ ആയിട്ടുള്ള കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് ഇവരൊന്നും ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് ഞാൻ കരുതില്ല. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വളരെ നല്ല ക്രിയേറ്റേഴ്സ് പറയുന്നുണ്ട്. ഒരു സംശയം വേണ്ട, നമ്മുടെ മലയാളത്തിലടക്കം അനവധി ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിൻ്റെ അവരോടെല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ വളരെ മോശം ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് വരാറുമുണ്ട്. ഒരു തരത്തിലും ആ സന്ദർഭവുമായിട്ട് ഒരു യോജിപ്പും ഇല്ലാത്ത ചോദ്യങ്ങൾ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ചോദ്യമായിരുന്നു. ഒരു സിനിമ പ്രമോഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൽ മോഹൻലാലിനോട്, മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനോട് ഒരാൾ ചോദിക്കുകയാണ്, ലാലേട്ടാ, പ്രണവാണോ വിസ്മയാണോ വീട്ടിൽ കൂടുതൽ കുറുമ്പ് കാണിക്കുകയെന്ന്. പ്രണവിനും വിസ്മയക്കും ലാലേട്ടനും ഒക്കെ എത്ര പ്രായമുണ്ട് നമുക്കറിയാം. അപ്പോൾ ഒരു സിനിമ പ്രമോഷനിടയ്ക്ക് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണിത്. വിഡ്ഢി ചോദ്യത്തിൻ്റെ അങ്ങേയറ്റം. അതിന് പറഞ്ഞ മറുപടി ലാലേട്ടൻ പറഞ്ഞ് എനിക്കാണ് എന്ന് പറയുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം അങ്ങ് മറുപടി പറഞ്ഞു പോയി. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ, ഇപ്പോൾ ലാലേട്ടനെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കേരള സർക്കാർ വെച്ചിട്ടില്ല, അവിടെ വെച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഇന്ദ്രൻസ് എന്ന് പറയുന്ന മഹാനായ നടനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടൻ വിഡ്ഢി ചോദ്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങുന്നവനെ ഒക്കെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ സാക്ഷാൽ ലിയോ മെസ്സിയുടെ ഭാര്യയോട് ചോദിച്ചൊരു ചോദ്യവും അതിനോടുള്ള അവരുടെ പ്രതികരണവും ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായി മാറിയിട്ടുണ്ട്. കാരണം എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന്. ആ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, മെസ്സിയുടെ ഭാര്യ ഒരു പാഡിലൊക്കെ കളിച്ച് ഇങ്ങനെ അവരുടെ കൂട്ടുകാരികൾ ഒത്ത് ഇങ്ങനെ ആ പാഡിൽ ഗ്രൗണ്ടിൽ, നമ്മുടെ ഇവിടുത്തെ ഈ ടർഫൊക്കെ പോലെ തന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിന് പുറത്തേക്ക് അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ വാച്ച് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. നിങ്ങളുടെ വാച്ച് എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണം, ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. മെസ്സിയുടെ ഭാര്യയോടെ എന്താണ് അവനൊക്കെ പറയേണ്ടത്? അവർക്ക് ആദ്യം അത് മനസ്സിലായില്ല. കാരണം അവർ ഇംഗ്ലീഷ് ഇങ്ങനെ പിക്ക് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ, അവർ കൂടുതൽ സ്പാനിഷാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ അപ്പുറത്തുള്ള സുഹൃത്തിനോട് എന്താ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനെ മെസ്സിയുടെ ഭാര്യ ഇങ്ങനെ ആക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ മെസ്സിയുടെ ഭാര്യയെ അറിയാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കാരണം അത്രയും വലിയ സെലിബ്രിറ്റി, ഇപ്പം മെസ്സിയെ അറിയാവുന്നവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആൻ്റോണല്ല റക്കൂസയും അറിയുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കെ ഇത്തരം ഒരു ചോദ്യം അറിയാതെ ചോദിച്ചതാണെന്ന് കരുതാനും വയ്യ. വലിയ രൂപത്തിൽ ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്ന് മാത്രമല്ല വലിയ വിമർശനങ്ങളും വരുന്നുണ്ട്. ഇത് ലക്ഷറി വാച്ച് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സീവ് തമീർ എന്ന് പറയുന്ന ആളാണ് ചോദിക്കുന്നത്. അയാൾ അറിയപ്പെടുന്നത് സീവ് ദി വാച്ച് ഗൈ എന്നാണ്. വാച്ചിനെ കുറിച്ചാണ് അയാളുടെ വീഡിയോസൊക്കെ. നിങ്ങൾക്കത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം, അയാളുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പം മെസ്സിയുടെ ഭാര്യ ധരിച്ചിരുന്ന ഒരു വാച്ച് $26,800 വിലയുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു വാച്ചാണ് അവർ ധരിച്ചിരുന്നത്. ആ വാച്ചിനെ കുറിച്ചാണ് നേരെ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ വാച്ച് എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ മെസ്സിയുടെ ഭാര്യ ആ വാച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിന് പ്രതികരിക്കുന്നത്. അപ്പോഴാണ് ചോദ്യം, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ് എന്നുള്ളത്. സോ അത് തീർച്ചയായിട്ടും ആൻ്റോണല്ല ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യലി കൺഫ്യൂസ്ഡായി. എന്നിട്ട് അവരുടെ ഫ്രണ്ടിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഫ്രണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു തംസപ്പ് ഒക്കെ പറഞ്ഞ് ക്യാമറയുടെ ബൈ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട്. സന്ദർഭവും അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇടപെട്ട് എന്തും ചോദിക്കുക, വിഡ്ഢിത്തരങ്ങളൊക്കെ ചോദിക്കുക, അതിങ്ങനെ പബ്ലിഷ് ചെയ്യുക, ഇതിങ്ങനെ തൂക്കി പിടിച്ച് നടക്കുക, അതാണ് ഇൻഫ്ലുവൻസിങ് എന്ന് വിചാരിച്ച്
തെറ്റിദ്ധരിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അതിപ്പോൾ ആഗോള പ്രതിഭാസമാണ് എന്നാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.